ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നല്ല ദാഹമുള്ള സമയത്ത് എല്ലാവരും ഇത് നോമ്പ് സമയത്ത് ഇത് ചെയ്ത് കുടിക്കാൻ മടിക്കരുത്. ഗ്യാസുള്ള എന്തെങ്കിലും കട്ട്ലറ്റോ സമൂസയൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കുടിക്കുകയാണെങ്കിൽ ആ ഒരു ഇതും ദഹിച്ച് ദഹനം ശരിയാവും. നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റുള്ള ഇതാണ്. ഇതിൽ വേണമെങ്കിൽ ചിയാ സീഡൊക്കെ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ കസ്കസ എന്തെങ്കിലുമൊക്കെ ഇതിലിട്ടാൽ ഇതിനേക്കാളും രുചിയാവും. ഇന്ന് ഞാനിതിലൊന്നും ഇട്ടില്ല, ഇങ്ങനെ കുടിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജിഞ്ചർ ലെമൺ ജ്യൂസാണ്. അതിനു വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞതിൻ്റെ ചാറ് അത്രയും ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇതിന് ഞാൻ പഞ്ചസാരയല്ല ഇടുന്നത്, കൽക്കണ്ടം പൊടിച്ച് വെച്ചതാണ് ഇടുന്നത്. ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അധികം പഞ്ചസാര എനിക്ക് ഉപയോഗിച്ചുകൂടാ, അതുകൊണ്ട് കൽക്കണ്ടം പൊടിച്ചത് ഞാൻ ഇടുന്നു. കുറച്ച് വെള്ളം ഇട്ട് മിക്സിയിൽ ഇത് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇഞ്ചിയും നാരങ്ങയും കൽക്കണ്ടത്തിൻ്റെ പൊടിയും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒരരിപ്പ വെച്ച് ഇത് അരച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നോമ്പ് പിടിച്ച് ക്ഷീണം കൊണ്ടിരിക്കുന്ന അവർക്ക് എല്ലാവർക്കും ഇത് കുടിക്കും. നോമ്പ് തുറക്കുന്ന സമയം ആദ്യം ഒരു ഗ്ലാസ് വെള്ളവും ഫ്രൂട്ട്സും കഴിച്ചതിന് ശേഷം ഇത് കുടിച്ചാൽ നല്ലൊരു ആശ്വാസമായിരിക്കും. കുറച്ച് തണുത്ത വെള്ളവും കൂടി ഞാൻ ഒഴിക്കണം. ഐസ് കട്ട ഇടുന്നില്ല, ഇപ്പോൾ കോൾഡ് സമയം ആയതുകൊണ്ട് ഐസ് കട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് നേരിയ തണുത്ത വെള്ളം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല രുചിയുള്ള ലൈം ജ്യൂസാണത്. നോമ്പ് തുറക്കണ സമയം ഇതെല്ലാവരും കുടിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം തരണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റും കൂടി എനിക്ക് ഇട്ട് തരണേ. നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.